പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, റോമ 8:32 തിരുവചനം പറയുന്നു, സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം അവർണ്ണനീയമാണ്. നാം ഓരോരുത്തരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം നമ്മെ ഓരോരുത്തരെയും സ്നേഹിച്ചു. നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം അടങ്ങിയിരിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3:16 തിരുവചനം പറയുന്നു, എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. അപ്പം നാം ഓരോരുത്തരും നിത്യരക്ഷ പ്രാപിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിൽ പീഡാസഹനത്തിനും കുരിശുമരണത്തിനും ഏൽപ്പിച്ചു തന്നത്. യേശു സ്വന്തം ജീവൻ നമുക്കായി ബലിയർപ്പിച്ചു. അങ്ങനെ നമ്മോടുള്ള സ്നേഹം യേശു വ്യക്തമാക്കി. യേശു നമുക്കായി ജീവൻ ബലിയർപ്പിക്കുക മാത്രമല്ല ചെയ്തത്, യേശു തൻ്റെ ശരീരവും രക്തവും നമുക്ക് ആത്മീയ ഭോജനമായി നൽകി. നമ്മോടൊപ്പമായിരിക്കാൻ അപ്പമായി മാറി തിരുവോസ്തിയിൽ ഇപ്പോഴും സജീവനായി യേശു വസിക്കുന്നുണ്ട്. യോഗ്യതയോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മിൽ യേശു വസിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് നിത്യസഹായകനായി പരിശുദ്ധാത്മാവിനെ നൽകിയിട്ടുണ്ട്. ഈ പരിശുദ്ധാത്മാവാണ് നമ്മെ ദൈവഹിതപ്രകാരം ജീവിക്കുവാൻ, പ്രലോഭനങ്ങളിൽ അകപ്പെട്ടു പോകാതിരിക്കുവാൻ ദൈവവചനങ്ങളെയെല്ലാം ഓർപ്പിച്ചു തരുന്നത് ഈ പരിശുദ്ധാത്മാവാണ്. നാം പ്രാർത്ഥിക്കേണ്ടത് ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയാണ്. റോമ 5:5 തിരുവചനം ഇപ്രകാരമാണ് പറയുന്നത്, ദൈവത്തിൻ്റെ സ്നേഹമാണ് പരിശുദ്ധാത്മാവ്. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. അപ്പോൾ സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടിയുള്ള മനുഷ്യ ഹൃദയത്തിൻ്റെ ദാഹത്തെ ശമിപ്പിക്കുന്നതിന് പരിശുദ്ധാത്മാവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഈ പരിശുദ്ധാത്മാവിനെ വിളിച്ച് നിരന്തരം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ പരിശുദ്ധാത്മാവ് തന്നെ നയിച്ചു കൊണ്ടുപോകും. ദൈവത്തിൻ്റെ വചനങ്ങൾ നാം ആഴത്തിൽ വിശ്വസിക്കാത്തത് കൊണ്ടാണ് നാം പലപ്പോഴും ദുഃഖിതരും ഉത്കണ്ഠാകുലരുമായി മാറുന്നത്. നമ്മെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ദൈവം നമുക്ക് ആവശ്യമുള്ളതെല്ലാം തക്ക സമയത്ത് നൽകുകയും ചെയ്യും. കാരണം സ്വപുത്രനെ പോലും പീഡാസഹനത്തിനും കുരിശുമരണത്തിനും ഏൽപ്പിച്ചു തന്ന പിതാവായ ദൈവം നമ്മുടെ ആവശ്യങ്ങൾ എന്താണെന്ന് അറിയുകയും കാണുകയും ചെയ്യുന്നുണ്ട്. തക്ക സമയത്ത് ദൈവം നമുക്ക് ആ അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ സാധിച്ചു തരിക തന്നെ ചെയ്യും. കാരണം നാം ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ താഴ്മയോടെ നിൽക്കുകയാണ് നാം ചെയ്യേണ്ടത്. തക്ക സമയത്ത് ദൈവം നമ്മെ ഉയർത്തും. നമ്മുടെ ഉത്കണ്ഠകളെല്ലാം കർത്താവിനെ ഏൽപ്പിക്കുക. കാരണം കർത്താവ് നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ഇത്രയും ശ്രദ്ധയുള്ള, നമ്മുടെ ഓരോ ചലനങ്ങളെയും വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന, നമ്മുടെ ഹൃദയ വിചാര വികാരങ്ങളെ നോക്കിക്കാണുന്ന ദൈവം നമ്മെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. ആവശ്യമുള്ളതെല്ലാം നമുക്ക് നൽകുകയും ചെയ്യും. ദൈവത്തിൽ ആശ്രയിക്കാനും ദൈവത്തിൽ വിശ്വസിക്കുവാനുമാണ് നാം നിരന്തരം പരിശ്രമിച്ച് ജീവിക്കേണ്ടത്. ഇതിനായി ദൈവം നമ്മ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.